ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ 4 മാസത്തിന് ശേഷം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ട്രാവൽ വ്ളോഗാണ് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് നമ്മൾ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ അപ്ഡേഷനായിരുന്നു. അതിനുശേഷം ഞാൻ ദുബൈയിലായിരുന്നു. ഇപ്പം ദുബൈയിൽ നിന്ന് ഇന്നലെ നാട്ടിലെത്തി. അതിനുശേഷം ഇന്ന് വന്ന സ്ഥലമാണ് വാഴത്തോൾ വാട്ടർഫാൾസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അത് പോരാതെ വേറൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് S22 അൾട്രയല്ല, S22-ലാണ്. ഇപ്പം ഇനി അടുത്ത് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് മൊത്തം ഇതിലായിരിക്കും. റേബാൻ്റെ റേബാൻ സൺഗ്ലാസ്സിലാണ്. ഇപ്പം ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് ഡേ നൈറ്റ് യൂസ് ചെയ്യുന്ന ഗ്ലാസ്സാണ്. അപ്പോൾ ഇതിലായിരിക്കും ഞാനിപ്പം ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്നതിന് നമ്മുടെ ഈ വാഴത്തോൾ വാട്ടർഫാൾസിൽ വരുന്നതിന് ഏതാണ്ട് 1000 രൂപയാണ് മിനിമം ചാർജ്. 5 പേർക്ക് 1000 രൂപ. ഞങ്ങൾ 3 പേരുണ്ട്, ഞാനും മാമൻ്റെ കസിനും. നമുക്ക് 3 പേർ കൂടെ ആയിട്ട് ഇൻക്ലൂഡിങ് കാർ പാർക്കിംഗ് ഉൾപ്പെടെ ഒരു ഗൈഡ് ഉണ്ടാവുമെന്നാണ് ആദ്യം പറഞ്ഞത്. ഞങ്ങൾ ഇതിനകത്ത് അന്വേഷിച്ചപ്പോൾ ഗൈഡില്ല. നമ്മൾ പോകുന്ന വഴിയിൽ ഓരോ സ്ഥലങ്ങളിലും ഓരോ ഗൈഡുകൾ നിന്ന് നമുക്ക് ഓരോ ഡയറക്ഷൻസ് തരും. അപ്പോൾ ഇവിടെ പോകണം, എങ്ങനെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് വരേണ്ടത് എന്നൊക്കെയുള്ള ഒരു ഡയറക്ഷൻ തരും. 1000 രൂപയാണ് നമുക്കിപ്പം ചിലവാകുന്നത് ഇതിനകത്ത് വരുന്നതിന്. ഇവിടെ വന്ന് നമ്മൾ ഈ പാസ് കാണിക്കുക. അപ്പോൾ അകത്ത് കയറി ഇതിനകത്ത് ഈ ആർച്ചിനകത്തൂടെ കയറണം. അതായത് നമ്മൾ ഈ ചെക്ക് പോസ്റ്റിൽ നിന്നാണ് ഇത് എടുക്കാനുള്ളത്. ഈ ടോക്കൺ എടുത്തു കഴിഞ്ഞ് ഒരു 800 മീറ്റർ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഈ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് 2.5 കിലോമീറ്റർ നമുക്കൊരു ട്രക്കിംഗ് ഉണ്ട്. അവിടെ വെച്ച് നമ്മുടെ അടുത്ത് പറഞ്ഞത് ട്രക്കിങ്ങിന് നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടാവും. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഗൈഡില്ല. ഗൈഡ് ഓരോരോ സ്ഥലങ്ങളിൽ നിൽക്കും. അവർ നമുക്ക് ഗൈഡൻസ് തരും, അത്രേ ഉള്ളൂ. പിന്നെ പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും അലൗഡ് അല്ല ഇതിനകത്തോട്ട്. കൂടുതലും നമുക്കിപ്പോൾ ഇവിടെ നിന്ന് വാട്ടർഫാൾസിൻ്റെ അവിടെ കുളിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ കുളിക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ അതിനുള്ള വസ്ത്രങ്ങളായിട്ട് വരിക. പിന്നെ കുളിക്കുന്ന അവിടെ ഗൈഡുണ്ട്, എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എന്തായാലും കുളിക്കുന്നവരും കെയർഫുള്ളായിട്ട് നിന്നുകൊണ്ടും എല്ലാം നടത്താനുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിൽ പോയിട്ട് കാഴ്ചകൾ കാണാം. ഇനിയുള്ള ഷൂട്ടിംഗ് കംപ്ലീറ്റ് ഇതിനകത്തായിരിക്കും. ഓക്കെ, ഭാര്യമാരോട് പറയാതെ വരുന്ന ഭർത്താക്കന്മാരുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ ഇപ്പോൾ സമയം 12:48. ഇവിടുത്തെ പ്രത്യേകത ഇവിടെ എമർജൻസി കോൾ ഉള്ളിയാണ്, സിഗ്നലില്ല. അപ്പം ഭാര്യമാരുടെ അടുത്തൊക്കെ പറയണം ഇങ്ങനെ സിഗ്നലില്ലാത്ത സ്ഥലത്താണ് വന്ന് നിൽക്കുന്നതെന്ന്, അല്ലെങ്കിൽ കുടുംബ കലഹം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വെൽക്കം ടു വാഴത്തോൾ വാട്ടർഫാൾസ്. അവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ണാടി ഞാൻ കണ്ണിൽ വെച്ചേക്കുന്നത്. അവിടെ ഒരു വേഴാമ്പലുണ്ട്. ഇതാണ് അവിടുത്തെ ആർച്ച്. അവിടെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട് ലേഡീസിനും ജെൻസിനും. ഇത് സർക്കാരിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറുന്ന അതിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ഒരു ചെറിയൊരു പാലമുണ്ട്. പാലത്തിൻ്റെ ഇവിടെ ചെറിയ ഒരു വെള്ളച്ചാട്ടം, ഒരു അരുവി ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ അടിപൊളി ഒരു വ്യൂ ആണ്. വിഷ്വൽ ബ്യൂട്ടി കിടില തന്നെ. അവിടെ നല്ല വ്യൂ രസമുണ്ട്. ഇവിടെ അടിപൊളി വ്യൂ ഉണ്ട്. കണ്ട അടിപൊളി വ്യൂ ആണ്. വെള്ളം ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഉരുളൻ പാറപ്പുറത്തൂടെ വെള്ളം ഇങ്ങനെ പാറകളുടെ ഇടയിലൂടെ വെള്ളം ഒഴുകി പോകുന്നു. 3 പേരുള്ളൂ. ഗൈഡ് ഉണ്ടാവും? ഇല്ല. 1000 കൊടുത്തു. ഇവിടെ ഓണായതുകൊണ്ടാണെന്ന് 2 ഊഞ്ഞാലൊക്കെ ഇവിടെ കാണുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ആർച്ച് വഴി കയറി ടിക്കറ്റ് കാണിച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഇറങ്ങുന്ന സ്ഥലത്താണ് ഇതാ. പള്ളികളുടെ ഇടയിലൂടെ ഇറങ്ങി വരുന്നത്. അവിടെ വെള്ളച്ചാട്ടമുണ്ട്. വെള്ളച്ചാട്ടമല്ല, ഒരു അരുവിയുണ്ട്. അങ്ങോട്ടൊക്കെ ഇറങ്ങാനുള്ള പെർമിഷൻ ഉണ്ടായില്ലെന്നറിയില്ല. ഇങ്ങോട്ടൊക്കെ കയറിയിട്ടോ, ഇങ്ങനെ പോയോ? അടിപൊളി. ഇവിടെ ഒരു ചെറിയൊരു അരുവിയുണ്ട്. ഇതാണ് കാട്ടരുവി സുഹൃത്തുക്കളെ. ഉരുളൻ കല്ലുകൾ ഫോട്ടോ എടുക്കാനുള്ള ഒരേതാ. അവിടെയെന്നോ ഇവിടുത്തെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇതെന്താണ് പരിപാടി? വെള്ളം വിതറാൻ വന്ന ആളാണ്. ഫോട്ടോ എടുക്കാൻ കയറിയെന്ന് ഞാൻ എടുക്കുന്നത് അവിടെ. അവിടെ അവർ ഫോട്ടോഷൂട്ട് തകർത്തുകൊണ്ടിരിക്കുന്നു 2 പേരൂടെ. അപ്പോൾ നമുക്ക് ചുമ്മാ ഇങ്ങനെ ഇറങ്ങിയിട്ട് വരാം. കൊള്ളാം കേട്ടോ. ഇവിടെ ഓടിച്ചാടിയൊക്കെ കളിക്കാം. സൂക്ഷിച്ചില്ലെങ്കിൽ തെറ്റി താഴെ പോവും. അയ്യോ, സ്ലിപ്പാവുന്നുണ്ട് കേട്ടോ. ഈ കല്ലുകൾ ശ്രദ്ധിക്കണം, സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ കണ്ണാടി ഊരി കയ്യിൽ പിടിച്ചേക്കാണ്. അപ്പോൾ ഈ സൈഡിൽ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് എൻ്റെ ക്യാമറ ഇരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കണ്ണാടി ഊരി കയ്യിൽ പിടിച്ചിട്ടാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൗണ്ട് എത്രത്തോളം കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നല്ല അടിപൊളി വ്യൂ ഉള്ളൊരു സ്ഥലമാണ്. നമുക്ക് വ്ളോഗ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് കാണാൻ പറ്റാത്തതുകൊണ്ട് വലിയ ചമ്മലൊന്നുമില്ല. വെറുതെ ഒരു കണ്ണാടി നോക്കി എന്തോ പറയുന്ന ഒരു ഫീലിങ്ങേ ഉള്ളൂ. ഈ നമ്മുടെ വെള്ളത്തിൻ്റെ കളകളം സൗണ്ടൊക്കെ എത്രത്തോളം ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ വയ്യ. കാര്യം ഒരുപാട് മൈക്കുണ്ട്. ഇതിൻ്റെ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ അറിയില്ല. ഞാൻ അൺബോക്സിങ് എന്തായാലും നിങ്ങളിതിൽ ഇടുന്നതായിരിക്കും. ഇപ്പോഴല്ല വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഓൾറെഡി അതൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതായാലും നമുക്ക് ഇവിടെ നിന്ന് അടുത്ത സ്പോട്ടിലോട്ട് പോകാം.
അവിടെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഫോട്ടോ എടുത്ത ആ നദിയുടെ ആ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇനിയിപ്പം 60% നമ്മുടെ ബാറ്ററി ഇനി നിലവിലുള്ളൂ. ഇപ്പോൾ 100 ആയിട്ടപ്പോഴാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസാണ് നമ്മൾ ഇതിനകത്ത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ 60% ആയി. പിന്നെ നമ്മൾ ഈ കേസിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ചാർജ് ചെയ്യണം. അപ്പോൾ അതുവരെ ഉള്ള ടൈം എനിക്ക് വേണ്ടി വരും. ഇവിടെയും ചെറിയൊരു വഴിയുണ്ട്. പിന്നെ ഇവിടെ ഇടയ്ക്ക് വെള്ളം, മറ്റേ മഴ സമയത്തൊക്കെ വെള്ളം പൊങ്ങാറുണ്ട്. കാര്യം ഇവിടെ വലിയ വലിയ തടികളൊക്കെ ഒഴുകി ആ നദിയിലൂടെ പോയേക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് 2.250 കിലോമീറ്റർ നമുക്ക് ഇനിയുണ്ട്. ഇപ്പോൾ സമയം 1 മണിയായി. പക്ഷേ നമുക്ക് ആ ഒരു ഫീലൊന്നും നമുക്ക് കിട്ടുന്നില്ല. കാരണം വനത്തിനുള്ളിലാണ്ട് നല്ല തണുപ്പുണ്ട്. നദി ഒഴുകുന്ന കളകളം സൗണ്ട് നിങ്ങൾക്ക് എൻ്റെ വലത് സൈഡിലൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. എനിക്കൊന്ന് ഹെഡ്സെറ്റ് ഉപയോഗിച്ച് ചിലപ്പോൾ നിങ്ങളത് കേൾക്കുമ്പോൾ കുറച്ചുകൂടെ സൗണ്ട് ക്വാളിറ്റി ബെറ്റർ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ചാർജ് ചെയ്ത് വെക്കുകയാണ്. ചാർജ് ചെയ്തതിന് ശേഷം ബാക്കി ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പം ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. നമുക്ക് മുന്നേ കുറേ ആൾക്കാർ പോയിട്ടുണ്ട്. കാര്യം കുറച്ചും കൂടെ നേരത്തെ ആൾക്കാർ വനത്തിനുള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ ഒരു വലിയൊരു കുഴി പോലൊരു ഏരിയ. വെള്ളം ഒലിച്ച് ഇവിടെ മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ഏരിയയാണ്. അപ്പോൾ ഇത്രയും പൊക്കത്തിന് വെള്ളം വരുമായിരിക്കും. ഇത്രയും ഹൈറ്റിന് വെള്ളം കയറും മഴക്കാലത്ത്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വരുമായിരിക്കും അല്ലേ വെള്ളം. നല്ല നട്ടുച്ച സമയമാണ്. പക്ഷെ നമുക്ക് ആ ഒരു ഫീലൊന്നും ഇല്ല കേട്ടോ. നല്ല തണുപ്പാണ്. പിന്നെ നല്ല ഈ അരുവി ഒഴുകുന്ന സൗണ്ട് മാത്രമേ ഉള്ളൂ. വേറെ സൈലൻ്റാണ്. അല്ലാതെ വേറെ സൗണ്ടുകളൊന്നുമില്ല. നല്ല തണലുണ്ട്. ഇപ്പം കുറച്ച് സ്ഥലത്ത് വെയിലുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് ചാർജ് ചെയ്യട്ടെ. 60% മാത്രമേ ബാറ്ററി ഉള്ളൂ. നമുക്ക് ചാർജ് ചെയ്തതിന് ശേഷം ബാക്കി ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാ അടുത്ത ഇതുവഴിയാണ് കയറി പോകാനുള്ളത്. എന്നാൽ നിരപ്പായ റോഡൊന്നും ട്രക്കിംഗ് എന്നൊക്കെ പറഞ്ഞ ഇതാണ് കേട്ടോ. കുറേ കിടലും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അതിനൊക്കെ തന്നെ നടക്കാനായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ആ എൻട്രൻസിൻ്റെ അവിടെ പാസ് കാണിച്ചതിന് ശേഷം ഒരു ബോട്ടിലിന് 200 രൂപ വെച്ച് അവർ അവിടെ കൊടുക്കേണ്ടി വരും. നമ്മൾ തിരിച്ച് വരുമ്പോൾ നമ്മൾ എത്ര ബോട്ടിലാണോ കൊണ്ടുപോയത് അതവിടെ കാണിക്കുമ്പോൾ പൈസ റീഫണ്ട് ചെയ്യും. അങ്ങനെയാണ് ഒരു ഓപ്ഷൻ പറഞ്ഞത്. അപ്പം പ്ലാസ്റ്റിക് ബോട്ടിൽ വെള്ളം കൊണ്ടുവരുന്ന കുടിക്കാതെ എന്തായാലും നമുക്ക് 2.5 കിലോമീറ്റർ യാത്ര ചെയ്യാൻ പറ്റില്ല. വെള്ളം കൊണ്ടുവരുന്നൊരു ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് 1.75 കിലോമീറ്റർ നമുക്കിനി യാത്ര ചെയ്യാനുണ്ട് ഇവിടെ നിന്ന്. ഇപ്പോൾ ഈ ജോലിയൊക്കെ ചെയ്ത് ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ വീക്കെൻഡിലൊക്കെ വന്ന് 1 ഡേ ട്രിപ്പൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണ്. മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവും. ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള എനിക്ക് തോന്നിയ കാര്യം, മൊബൈൽ ഫോണിൻ്റെ സിഗ്നൽ ഇവിടെ കിട്ടില്ല. അത് എനിക്ക് ഒരു ബെനിഫിറ്റായിട്ട് തോന്നിയ കാര്യം. നമുക്ക് വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. പക്ഷേ നേരത്തെ പറഞ്ഞത് ഭാര്യമാരോട് പറഞ്ഞിട്ട് വേണം വരാൻ, ഇല്ലെങ്കിൽ കുടുംബ കലഹം എന്തായാലും ഉണ്ടാകും. നമ്മളവിടെ നിന്നാണ് നടന്നു വരുന്നത്. ഇവിടെ ഇരിക്കാനായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. ഈ കല്ലിലേക്ക് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നവർക്ക് ഫുഡ് കഴിക്കാം. ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാതെ ഇവിടെ ആരാ മുറുക്കാനൊക്കെ ഇടിച്ച് കഴിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ തടി വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടൊക്കെ പോകാമെന്നുള്ള സ്ഥലമാണ്. ഹായ്, സുഖമാണോ? വന്ന് ഇരുന്നിട്ട് പോകും. അപ്പോൾ ഏകദേശം 1.75 കിലോമീറ്ററാണ് ഇനി ഉള്ളത്. ബാക്കി ഏകദേശം 3/4 കിലോമീറ്ററോളം നമ്മൾ കഴിഞ്ഞ് മുന്നോട്ട് വന്നു. ഇതുവരെയായിട്ട് ഒരു ഗൈഡിനെ നമ്മൾ കണ്ടില്ല. അപ്പം ഇത്രയും ദൂരം വന്നിട്ടും നമ്മളെ ഗൈഡൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുമില്ല. അപ്പോൾ നമ്മൾ 1000 രൂപ കൊടുത്ത് നമ്മൾ 3 പേര് വന്നു. 5 പേർക്കാണ് മിനിമം ചാർജ് 1000 എന്ന് പറഞ്ഞു. പക്ഷേ ഗൈഡിൻ്റെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇതുവരെ അങ്ങനെ സപ്പോർട്ട് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇനി ആദ്യം കാണുന്ന ഗൈഡ് എവിടെ വെച്ച് കാണുന്നു നിങ്ങൾ കാണിക്കുന്നതായിരിക്കും. അവർ നേരത്തെ പോകണം ഗൈഡിനെ കിട്ടുമോ എന്ന് അറിയാനായിട്ട്. ഇനി ഇവിടെ നിന്നിട്ട് ഗൈഡാ ഇങ്ങനെ വിളിച്ചാൽ മാത്രമേ ഗൈഡ് വരുള്ളൂ. എന്താ ഇനി 1.5 കിലോമീറ്റർ കൂടെ ഉള്ളു. Look with open eyes and you will see the beauty of the waterfalls. എന്തോന്ന് ചെടി, അതെന്തോന്ന് മരം മാമ, അതെന്തോന്ന് മരം മാമൻ്റെ അടുത്തിരിക്കണം. ആഞ്ഞില്ലേ ഇത്? അണലി വേഗം. നല്ല സ്ഥലം. അണലി വേഗം വരും അതിൻ്റെ അടുത്തിരുന്ന. ഇത് ഒടിയോ ചെതലെടുത്തിരിക്കുന്നു അല്ലല്ലേ? സ്ട്രോങ് ആണ് സംഭവം. അയ്യോ, ആര് പറഞ്ഞു? കിഷോറിനെ ഇവിടെ ഒടിയും, കുഴപ്പമില്ല. അതെന്താ ഇങ്ങോട്ട് തിരിഞ്ഞോ. മാമൻ എന്തെങ്കിലും വ്യക്തിവൈര്യമൊക്കെ ഉണ്ടോ കിഷോറിനെ അടുത്ത്? എടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് തോന്നിയൊരു
ഡിഫാൾട്ട് നമുക്കിപ്പോൾ ജസ്റ്റ് ഒരു വ്ളോഗൊന്നും ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല. ചുമ്മാ ലൈവ് പോകാനും മറ്റേ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ ലൈവ് പോകാനും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഷൂട്ട് ചെയ്യാനും പിന്നെ വീഡിയോ ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടി മാത്രമാണ്. ഞാനിപ്പം ഒരു വ്ളോഗിങ് പർപ്പസായിട്ട് തന്നെ ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി കണ്ടപ്പം നമുക്കൊരു വ്ളോഗ് ചെയ്താൽ എങ്ങനെ എന്ന് കരുതി എടുത്താണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ഇതിന് ബാറ്ററി ബാക്കപ്പ് അങ്ങനെ നിൽക്കുന്നില്ല. നമ്മൾക്കൊരു 3-4 ക്ലിപ്സൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അതായത് ഒരു ക്ലിക്ക് എന്ന് പറയുമ്പോൾ 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ. 1 മിനിറ്റാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ഷൂട്ടിംഗ് ഇല്ല, കട്ടായിട്ട് 1 മിനിറ്റ് അങ്ങനെ. അപ്പോൾ അതേപോലെ ഒരു 6-7 ക്ലിപ്പ് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചാർജ് തീരുന്നുണ്ട് പെട്ടെന്ന്. ഞാനൊരു 7-8 ക്ലിപ്സും ഒരു 5-6 ഫോട്ടോസ് എടുത്തപ്പോഴത്തേക്ക് 100-ൽ നിന്നും 83 ആയി. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് 60 ആയി, 60 ആയി. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ഡിഫാൾട്ട് ഇതിനകത്തുണ്ട്. എന്താ നിങ്ങളുടെ അഡ്വൈസ്? എന്താ നിങ്ങളെന്താ അഡ്വൈസ്? നമ്മളെങ്ങനെ എന്തൊക്കെ പോകണം, എന്തൊക്കെ? അല്ല, ഇനി എന്തൊക്കെ കാഴ്ചകൾ അങ്ങോട്ടുണ്ട് നമ്മൾ പോകുന്ന. അപ്പോൾ അവിടെ പറഞ്ഞത് നമ്മൾ ടോക്കൺ എടുത്ത സമയത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഗൈഡ് ഒപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞു. നമ്മൾ 1.5 കിലോമീറ്റർ വന്നിട്ട് ഗൈഡിനെ കണ്ടില്ല. ഇപ്പോഴാണ് ഗൈഡിനെ കണ്ടത്. വേറെ ഗൈഡുണ്ട്, സ്ഥലത്തിൽ പോകുന്നു. ഒരാൾ വെള്ളച്ചാട്ടത്തിന് അവിടെ പോകുന്നു. അങ്ങനെയായിരുന്നു നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ കാണും. ബാക്കിയുള്ള ആൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നു. ഇനിയിപ്പോൾ 3 ഗൈഡ് മുകളിലോട്ടുള്ളത് 3 പെണ്ണുകളാണ്. ഇനി 250 മീറ്റർ ചെല്ലുമ്പോൾ ഒരു ഗൈഡ് അപ്പുറത്ത് കാണും. പറയുന്നത് ഇവിടെ മൃഗങ്ങൾ വരുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. ആദ്യം പറഞ്ഞ് ആന ക്രോസ് ചെയ്ത് പോകണവർ കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ക്യാമറ ഷൂട്ടിങ്ങിലാണെന്ന് പറഞ്ഞ് മാമൻ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് കാൽപ്പാടെ കണ്ടോളെന്ന് പറയും. അപ്പോൾ എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. ആ പുഴയുടെ അതിൻ്റെ അപ്പുറ സൈഡിലാണ് മൃഗങ്ങൾ കൂടുതലുള്ളത്. ഈ സമയത്ത് അങ്ങനെ ഇറങ്ങൂല, കാര്യം ആൾക്കാരൊക്കെ കൂടുതൽ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് മൃഗങ്ങളുടെ ശല്യം ഉണ്ടാവില്ല എന്ന് പറയുന്നത്. മറ്റേ വേറൊരു പുലിയൊക്കെ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. ഞങ്ങൾ ഇതുവരെ പോയിട്ടൊരു കാക്കയെ പോലും ഞങ്ങൾ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ എന്തായാലും നമുക്കിത് അകത്തോട്ട് പോയി. ഇനിയിപ്പോൾ കുറേ പാറക്കൂട്ടങ്ങളാണ് അങ്ങോട്ടുള്ളതെന്ന് പറഞ്ഞു ആ ഭാഗത്തോട്ട്. അപ്പോൾ ഇതായിരിക്കും അവർ പറഞ്ഞിട്ടുള്ള പാറക്കൂട്ടം. ഇതൊക്കെ നമ്മൾ വന്ന വഴിക്ക് കണ്ടണക്കെ തന്നെ. പിന്നെ കുറച്ചുകൂടെയൊക്കെ വലിപ്പമുള്ള പാറകളാണ് എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലെന്നാണ് അവർ പറയുന്നത്. നമുക്കും ഇത് മാത്രമേ കാണാനായിട്ടുള്ളൂ. പിന്നെ ഒന്ന് മൈൻഡ് റീഫ്രഷ് ചെയ്യാം, അത്ര മാത്രമേ ഉള്ളൂ. ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കൊന്ന് മനസ്സ് കുളിർപ്പിച്ച് ശരീരവും കുളിർപ്പിച്ച് ടെൻഷൻ ഫ്രീ ആക്കി പോവാം. അല്ല പ്രത്യേകിച്ച് ഇവിടെ കാണാനായിട്ടുള്ളതൊന്നും നമ്മൾ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. എന്താണ് അങ്ങോട്ടുള്ളത്? എന്താണ് നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യാനുള്ള? ചോദിച്ചാൽ പറയുക എന്നാ? നമ്മളാണോ ചോദിക്കേണ്ടത്? അതെ, നിങ്ങൾ പറഞ്ഞു തരണം. നമ്മളിവിടെ ഫസ്റ്റ് ടൈം വേണമെങ്കിൽ നമ്മൾ എന്താ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ? നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞിരുന്നാൽ നമ്മൾ ചോദിക്കും. നമ്മൾ വരുന്ന കാണുമ്പോൾ നിങ്ങൾ നമ്മളുടെ അടുത്ത് അഡ്വൈസല്ലേ ചെയ്യണ്ട. ഇവിടെ വരുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ പാറപ്പുറത്ത് നോക്കി നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. നമ്മളൊരു 1-2 പേര് വരുമ്പോൾ നിങ്ങൾ അഡ്വൈസ് ചോദിക്കണം. എങ്ങോട്ടാണ്, എന്താണ്, ഏതാണെന്ന് ചോദിക്കേണ്ട ഒരു ബാധ്യത ഇങ്ങോട്ട് ഉണ്ടോ ഇല്ലേ? അത് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മളിപ്പം ആ ഭാഗത്തൂടെയാണ് വന്നത്. അവിടെ നിന്ന് വന്ന് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് ഈ ഭാഗത്തൊരു വെള്ളച്ചാട്ടം കാണാം, ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ്. ഇവിടുത്തെ ഗൈഡുകളൊന്നും അത്ര നല്ല സർവീസുകളൊന്നും അല്ല വരുന്നത്. അപ്പോൾ അവർ നമ്മളിപ്പോൾ നമ്മൾ പൈസ കൊടുക്കുന്നില്ല. പൈസ കൊടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തം അവർ കാണിക്കണം. അവരാരും അത് കാണിച്ചിട്ടില്ല. ഞങ്ങളിപ്പോൾ ഇതുവരെയായിട്ടൊരു 3 ഗൈഡിനെ കണ്ട്, 2 മെയിലും 1 ഫീമെയിലും 1 ലേഡിയും ഉണ്ട്. അവരെല്ലാവരും അവരെ ഡ്യൂട്ടികളുമായിട്ടുണ്ട്. അവർ പുറത്തോട്ട് നോക്കി ഈ കാഴ്ചകൾ കണ്ട് അവരവിടെ ഇരിക്കുന്നേ ഉണ്ട്. അല്ലാതെ സർവീസിന് നമ്മളിപ്പോഴുള്ള ടൂറിസ്റ്റ് വരുമ്പോഴത്തേക്ക് അവർക്ക് കൊടുക്കേണ്ട ഗൈഡൻസ് ഒന്നും അവർ കൊടുക്കുന്നില്ല. അത് അവരുടെ ഡ്യൂട്ടി അവർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവരോട് അങ്ങോട്ട് ചോദിച്ചപ്പോൾ മാത്രമാണ് ഇവിടെ വരെ എല്ലാം അങ്ങോട്ട് മുകളിലോട്ടുണ്ടെന്ന് മനസ്സിലാക്കിയത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ഉണ്ടോ എന്നൊന്നും അറിയാമല്ലോ. ഇപ്പോൾ പറഞ്ഞ അതിൻ്റെ ഇടയിലൂടെ ഒരു വഴിയുണ്ട്, അതുവഴി കയറി മുകളിലോട്ട് പോകണം. അപ്പം നമ്മളിപ്പോൾ അവിടെ ചോദിച്ചില്ലായിരുന്നു. ഒരു പക്ഷേ നമ്മളിവിടെ വന്നിട്ടാണ് വെള്ളച്ചാട്ടം എന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ പോയത്. ഇങ്ങനെയുള്ളൊരു കാഴ്ചയായിരിക്കും നമ്മൾ കണ്ടിട്ട് പോകുന്നത്. കാര്യം ഇവിടെ ഇപ്പോൾ വേറെ ഒന്നും കാണാനില്ല. ഇവിടുത്തെ ഗൈഡ് അവരെ ജോലി കറക്റ്റായിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അത് ഇഷ്ടമല്ല. അവരോട് ജോലി ചെയ്യാൻ നമ്മളെപ്പോലെയൊക്കെ അറിയാതെ പല സ്ഥലത്തുനിന്നും പല ആൾക്കാരും ഇവിടെ വരുന്നതായിരിക്കും. അത് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്രയും കാശ് മുടക്കി ഇവിടെ വരുന്നത്. ഇത് അവരെ ഡ്യൂട്ടി ചെയ്യുക, അല്ലാതെ അവരിങ്ങനെ പ്രകൃതി ഭംഗി അവരെ ആസ്വദിച്ചുകൊണ്ടിരുന്ന കാര്യമില്ല. മറ്റുള്ളവരെയും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അതാണ് അവരുടെ ഡ്യൂട്ടി. ഇനി നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഇനി 1 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ ഇവിടെ ആരോ മാർക്കൊന്നും വെച്ചിട്ടില്ല എങ്ങോട്ടാണ് പോകാനുള്ളതെന്നുള്ളത്. അപ്പോൾ ഇവിടെയാണ് പോകാനുള്ള വഴി. ഇവിടെ വേറെ വഴിയൊന്നും കാണാനില്ല, അങ്ങോട്ടാണ് കയറി പോകാനുള്ളത്. അപ്പോൾ 1 കിലോമീറ്റർ ഇനി നമുക്ക് മുകളിലോട്ട് കയറി പോകാനുണ്ട്. എൻ്റെ അപ്പോൾ ഇതെന്തോന്നത്? ഇത് ഗുണാകേവാ?
പിടിച്ച് പിടിച്ച് കയറണം. നമുക്ക് കയറാം. അപ്പോൾ ഇതുവഴിയാണ്, ഈ വഴിയാണ് കയറി വരാനുള്ളത്. ഇവിടെ വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും, പേടിക്കേണ്ട. വലിയൊരു ആരോ മാർക്ക് കൂടെ ഇട്ടിട്ടുണ്ട് ഇങ്ങോട്ടാണ് പോകാനുള്ളതെന്നുള്ള. അപ്പോൾ അത് കുറച്ചിലേക്ക് ഇത്രയും വലുതായിട്ട് എഴുതാണ്ടായിരുന്നു, കുറച്ചുകൂടെ ചെറുതായിട്ട് എഴുതിയിരുന്നെങ്കിൽ എല്ലാവരും കണ്ടനായിരുന്നു. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ കയറാനുള്ളത്. ഇത് കുറച്ച് റിസ്ക്കാണ്. റിസ്ക്കൊന്നുമില്ല, ഒന്ന് ശ്രദ്ധിച്ച് കയറി, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവിടെ നിന്നാണ് വന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു വ്യൂ ഉണ്ട്, ഒരു വ്യൂ പോയിൻ്റ് പറ്റി. അങ്ങനെ ഇപ്പോൾ ഫോട്ടോഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ റെയ്ബാൻ്റെ ഗ്ലാസ് ഉപയോഗിച്ചിട്ടുള്ള വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, വ്ളോഗ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതുവരെ ആരെങ്കിലും റെയ്ബാൻ്റെ വ്ളോഗ് ഉപയോഗിച്ച് കേരളത്തിൽ റെയ്ബാൻ്റെ വ്ളോഗ് ഉപയോഗിച്ചല്ല, റെയ്ബാൻ്റെ മെറ്റ സ്മാർട്ട് സൺഗ്ലാസ് ഉപയോഗിച്ച് കേരളത്തിൽ ആരെങ്കിലും വ്ളോഗ് ചെയ്തിട്ടുണ്ടോ എന്ന് എൻ്റെ അറിവിലില്ല. ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റിൽ മെൻഷൻ ചെയ്താൽ മതി. എല്ലായിടത്തും ആരോ മാർക്കുണ്ട്. ഈ ആരോ മാർക്ക് കാണാൻ വേറെ എന്തെങ്കിലും മാർക്ക് വയ്ക്കേണ്ടി വരും. ഇവിടെ ഒരു കിടിലം വ്യൂ ഉണ്ട്. 2 പാറകളുടെ ഇടയിലൂടെ ഒരു വഴി. കൊള്ളാം വഴി. ഇതുവഴി കയറി വന്നു. ഇനി ആരോ മാർക്ക് തപ്പാം. ആരോ മാർക്ക് ഇവിടെ എവിടെയും കാണുന്നത് ഉണ്ടോ? നമ്മൾ കണ്ടുപിടിച്ച് കണ്ടേ. കേരള ഗവൺമെൻറ്. നമുക്ക് ആരോ മാർക്ക് നമുക്ക് തെളിച്ച് വെച്ച് കൊടുക്കാം. കണ്ട. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ആരോ മാർക്ക്. അപ്പോൾ ഞാൻ ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, ഇനി വരുന്നവർക്ക് കാണാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടത്തിൽ ചെറിയ പുഴ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫാമിലിയിലാണ് കൂടുതൽ. ഇപ്പോൾ ഇവിടെ മുകളിലോട്ട് കയറി പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ നിന്ന് കുളിക്കാമെന്നുള്ളതാണ്. അതാണ് അവർ പറഞ്ഞത്. മുകളിലോട്ട് ഇപ്പോൾ ഇത്രയും വലിയൊരു കയറ്റമാണ്. അപ്പോൾ ഈ മുകളിലോട്ട് കയറാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നമുക്കിത് ഇവിടെ കുളിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യമുണ്ട്. ഇപ്പോൾ ഇവിടെ കുളിക്കാം, ഇവിടെ റെസ്റ്റ് എടുക്കാം. അങ്ങനെ അയ്യോ, ഇവിടെ ഒരു ആരോ മാർക്കുണ്ടേ. ഇനി ഒരു 500 മീറ്ററും കൂടെ ഉള്ളു. ഇവിടെ ഒരു ചെറിയൊരു അരുവി കടന്നു പോകുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ട വെള്ളച്ചാട്ടത്തിലേക്കാണ്, കൊച്ചി വെള്ളച്ചാട്ടത്തിൽ ആൾക്കാർ കുളിച്ചുകൊണ്ടിരുന്ന ആ ഭാഗത്തോട്ടാണ് പോകുന്നത്. എന്ത് തണുത്ത വെള്ളം, നല്ല തണുപ്പ്. ഒരു അടിപൊളി വ്യൂ നോക്കിയാണ്. ഇവിടെ ഒരു ഗുഹ കാണാം. ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കാണാം നമുക്ക്. പക്ഷേ ഇരുട്ടായതുകൊണ്ട് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടെ ഒരു വെള്ളച്ചാട്ടം കാണാം. പക്ഷേ ഇനി മുകളിലോട്ട് ഇനി ഉണ്ടോ? അല്ലേ, ഇനി മുകളിലോട്ടുണ്ടല്ലേ. പിന്നെ മുകളിലോട്ടുണ്ടോ? അതുവഴിയാണ് കയറി പോകാനുള്ളത്. അപ്പോൾ ഇതുവഴി കയറി മുകളിലെത്തണം. എൻ്റെ പൊന്നോ, തളർന്ന് ഉപ്പാടെ വന്നേ. എൻ്റെ മുകളിൽ ഇനി 5-6 സ്റ്റെപ്പ് ഉണ്ടോ? ഇനി ഇതണക്ക് അങ്ങോട്ട് വിടില്ല, കാണാൻ പറ്റില്ല. ഇതാണ് എൻ്റെ. എന്താ ഇപ്പം സ്റ്റോപ്പ് ചെയ്താണ്? എന്താ കാരണം? അല്ലല്ല, ഇപ്പം സ്റ്റോപ്പ് ചെയ്യാൻ കാരണം നേരത്തെ ആൾക്കാർ പോകുമായിരുന്നു മുകളിലോട്ട് പോകുമായിരുന്നു. ഇപ്പോൾ 3:30 വരെ ഉള്ളു. എത്ര മണി മുതൽ സ്റ്റാർട്ട് ചെയ്യണം? 8:30 മുതൽ 3:30 വരെ. 3:30 കഴിഞ്ഞാൽ അവിടെ നിന്ന് കയറ്റി വിടില്ല. അത് ഇവിടെ 1 മണി വരെ ഉള്ളു അവിടെ. ഓക്കെ, നിൽക്കാൻ പറ്റുമല്ലേ? 3:30 വരെ. ഇവിടെ വരെ നിൽക്കാൻ പറ്റും. ഈ കയറ് അല്ല, ഈ കല്ലിൻ്റെ താഴെ വരെ കുഴപ്പമില്ലല്ലോ. ഈ താഴെ ഉള്ളതിൻ്റെ ഇപ്പുറത്ത് ഇങ്ങോട്ട് എത്ര ആഴമുണ്ട്? നമ്മളെ ഒരാളുടെ കൂടുതലുണ്ട്. ഒരാളിൻ്റെ അത്രയും അവിടെ ഇറങ്ങണമെങ്കിൽ അപ്പുറത്ത് ഇറങ്ങണം. ഇതുവഴി നടന്നു പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ വെള്ളച്ചാട്ടം. ഫൈനലി നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതുവഴിയാണ് പോകാൻ ഉള്ളത്. കുളിക്കാനൊക്കെ പറ്റുന്നവർ, കുളിക്കാൻ വേണ്ടി പോകേണ്ടവർ ഇതുവഴി പോകണം. ഇതുവഴിയൊന്നും പോകാൻ പാടില്ല, അവിടെ ആഴം കൂടുതലാണ്. ഇതിന് മുകളിലോട്ട് നേരത്തെ തുറന്നു കൊടുത്തതായിരുന്നു, സഞ്ചാരികൾക്ക് വേണ്ടി മുകളിലോട്ട് പോകാമായിരുന്നു. ഇവിടെ നിന്ന് 7 സ്റ്റെപ്പ് അങ്ങോട്ട് മുകളിലോട്ട് വെള്ളച്ചാട്ടമുണ്ട്. അപ്പം അപകടം സാധ്യത കൂടുതലായതുകൊണ്ടും ഒരു മരണം സംഭവിച്ചുകൊണ്ടും ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. ഇവിടെ നല്ല ആഴമാണ്, ഈ ഭാഗത്ത് ആഴമാണ്. ഇങ്ങോട്ടാരും പ്രവേശിപ്പിക്കാൻ പാടില്ല. അവിടം വരെ പോവാം. ഇങ്ങോട്ടൊന്നും ഇവിടെ നല്ല ആഴം, ഇവിടെ നല്ല ഡാർക്ക് കളർ, അല്ല കറുപ്പ് കളർ കിടക്കും. അതുപോലെ ആഴമുള്ള സ്ഥലമുണ്ട്. ഒരാളിനെക്കാട്ടിയും പൊക്കമുള്ള ആഴമാണ് ഇവിടെ. ഈ ഭാഗത്തൂടെ നടന്ന് വേണം ഇവിടെ കുളിക്കാനൊക്കെ വരാനുള്ളത്. ഇതിനകത്ത് നമ്മൾ പറയാത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമാണ്. നമുക്കവിടെ 8 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 8 മണി തൊട്ട് 1:30 മണി വരെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ. ഫസ്റ്റ് നമ്മൾ ആ ചെക്ക് പോസ്റ്റിൻ്റെ ടോക്കൺ എടുക്കുന്ന സമയം 8:30 മുതൽ 1:30 വരെയാണ്. അത് കഴിഞ്ഞാൽ ഒരു ടോക്കൺ കൊടുക്കില്ല. ഈ ഭാഗത്ത് 3:30 വരെ ടൈമുള്ളൂ. അത് നേരത്തെ പറയാൻ മറന്നുപോയി, സോറി. ഈ ഭാഗത്ത് 3:30 മണി വരെയാണ് ടൈം. അതായത് ഇവിടെ പ്രവേശന സമയം.
അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. 3:30 മണി കഴിഞ്ഞാൽ അവരിങ്ങോട്ട് കയറ്റി വിടില്ല. അപ്പോൾ 1:30 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ടോക്കൺ എടുത്ത് പതുക്കെ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് പതുക്കെ വരുന്നവർ 3:30 മുമ്പ് ഇവിടെ എത്തണം. അങ്ങനെ മാമൻ എന്താ വെള്ളച്ചാട്ടത്തിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇറങ്ങുന്നില്ല, എൻ്റെ ഷൂസും പാൻറ്റൊക്കെ മാറ്റാൻ വയ്യ. അപ്പോൾ അത്രത്തോളം ആഴമുണ്ട്. മുതലുണ്ടാന്ന് ഇവിടെയാണ് കുഴി, ഇവിടെ കുഴി, അവിടെ കുഴപ്പമില്ല, അവിടെയും കുഴപ്പമില്ല. പൊക്കമുണ്ടോ? ഓ പിന്നെ അതൊക്കെ ചവിട്ടി നിൽക്കാൻ പറ്റില്ല, ക്രോസ് ചെയ്താൽ തെറ്റി താഴെ പോകില്ലേ? വഴിക്കല് കൂടുതലല്ലേ? വഴിക്കല് കൂടുതലാണോ? ആ ആൾക്കാർ പോകും. ഓക്കെ. വേനൽ സമയത്ത് ഇവിടെ എവിടെയായിട്ട് ആൾക്കാർക്ക് നിൽക്കാം, വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറയും. അപ്പോൾ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിന് മുന്നിൽ നിന്നും നമ്മൾ വിട പറയുകയാണ്. അപ്പോൾ നമ്മുടെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ താഴോട്ട് പോകണം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ റൈബാൻ മെറ്റ റൈബാൻ്റെ സൺഗ്ലാസ്, ഇതാണ് അതിൻ്റെ ചാർജിങ് കേസ് എന്ന് പറയുന്നത്. റൈബാൻ മെറ്റ ഇത് തന്നെയാണ് പൗച്ച്. നമുക്കിവിടെ ചാർജ് ചെയ്യാം. ഇത് പെയർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ നമ്മുടെ പെയർ ചെയ്യുമ്പോഴത്തേക്കുള്ള നോട്ടിഫിക്കേഷൻ, ചാർജ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാണിക്കും. ഇതാണ് ചാർജിങ് കേസും പവർ ബാങ്കും കേസും ഇത് തന്നെയാണ് നമ്മുടെ ഗ്ലാസിൻ്റെ. ബാറ്ററി വരുന്ന ഈ ഭാഗത്താണ്. എന്തായാലും നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുകിട്ടാം. എല്ലാവർക്കും ബൈ.